സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ കഴിഞ്ഞവര്. ഞാൻ ചെയ്തത് തെറ്റാണ്. വെറുതെ കടപ്പുറത്തെ മീൻകൊട്ട ചുമക്കാനാണ് ഞാൻ ഈ പെടാപ്പാട് മുഴുവൻ പെട്ടത്. ഒരു സ്ഥാനത്തെത്തിക്കാന്ന്, അതിനാണ് പുള്ളേറ്റ ഞാൻ ജീവിക്കുന്നത്. ഒരു പെണ്ണിന്റെ കൂടെ ഞാൻ പുറത്തതേ ഒരു കൊല്ലമാണ്. ഒരു മനുഷ്യന്റെ സുഖവും സന്തോഷവും ഒക്കെ വേണ്ടെന്ന് വെച്ചത് എന്റെ കൊച്ചിന് വേണ്ടിയിട്ടാ, അറിയാവാ. എന്നിട്ട് ഇപ്പ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിള്ളേരുടെ മനസ്സാണ്. നീ കുറെ കൂടി തന്ത്രത്തിൽ ഇത് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നു. ഇതിപ്പോ വെറുതെ തല്ലും വഴക്കും വക്കാണവും. പുറത്ത് നിൽക്കണവർക്ക് പറയാം, സ്വന്തം മക്കള് പിഴച്ചു പോകുമ്പോഴേ അതിന്റെ ദണ്ണം മനസ്സിലാവുള്ളൂ. നീയും ചന്ദ്രയും തമ്മിൽ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും നിന്നോട് കറുത്തൊരു വാക്കാവും പറഞ്ഞിട്ടില്ലെന്നാ കൊച്ചിനാവും പറഞ്ഞത്. അതുപോലെയാണോ ഇത്? പഠിക്കാൻ പോണ കൊച്ചാണ്, അവിടെ ഭാവി പോയല്ലേ പുള്ളേച്ച. ഞാൻ നിന്നെ കുറ്റം പറയല്ല. ഞാനാണെങ്കിലും ഇതൊക്കെ തന്നെ സംഭവിക്കും. ആട്ടെ, ചന്ദ്രികയുടെ കാര്യത്തിൽ നീ ഇനി എന്താ ചെയ്യാൻ പോണോ? എനിക്കറിയാൻ മേലേ, ഇത്രയും നാൾ ഒരാശയില്ലാതെ കഴിഞ്ഞതാ. ഇപ്പ പറഞ്ഞിട്ട് കിടന്ന് പെടയാണ് പുള്ളേറ്റ ഞാൻ. നിങ്ങൾക്കായിരിക്കും പറഞ്ഞാ മനസ്സിലാകുക. ചന്ദ്രി, ഇച്ചിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും മകളെ. അവള് പനിയും തലവേദനയായിട്ട് കിടപ്പാർന്നു മാമ. ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഒരു തരം പുതിയ സോക്കേട്. വന്നു പെട്ട ആള് പൗതിയാവും. അത് ശരിയാ. നീ ഇല അവിടെ ഇടണ്ട പാപ്പി. ഇവിടെ വന്നിട്ട് നീ ഇല എടുക്കണ. അവിടെ ഇട, അവിടെ ഇട. മാമനും അവിടെ ഇടും മാമ. ആ ഇല അങ്ങാട് എടുത്ത് കള മകളെ. കുരുത്തം കെട്ടോള്, കണ്ണീരും കയ്യും നിർത്താറായിട്ടില്ല. കാണുമല്ല ദൈവമേ. നീ അകത്തോട്ട് കയറിപ്പോ, ചെല്ലേ. രാധേ, രാധേനെ കാണാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. അയ്യോ, ആരെങ്കിലും കാണും. രഘു ഇപ്പൊ എന്നോട് സംസാരിക്കണ്ട. ഇപ്പൊ മാത്രാണ്, അല്ലെങ്കിൽ ഇനി ഒരിക്കലും വേണ്ടെന്ന പറ, എനിക്കതറിയണം. രഘു, നമ്മൾ കാരണം എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഉണ്ടാവണത്. നമുക്കിപ്പോ കാണാൻ സംസാരിക്കൊന്നും വേണ്ട. ഓഹോ, അത് ശരി. അപ്പൊ അതാണ്.
എന്നെ കാണാണ്ട് രാധയ്ക്ക് കഴിയാൻ പറ്റും എന്ന് രഘുവിന് തോന്നുന്നുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെന്താണ്? കുറച്ചു നാളേക്ക് ഇതൊക്കെ നാറി തണുക്കണ വരെ കുറെ നാള് കാണാണ്ടിരുന്ന പിന്നെ തനിയെ ഒഴിഞ്ഞങ്ങൾ പൊയ്ക്കോളൂ അല്ലേ? ശ്ശോ, എന്റെ ഈശ്വര. നിന്നെ കാണാണ്ട് എനിക്ക് കടലിൽ പോകാൻ തോന്നണില്ല, തിന്നാനും കുടിക്കാനും തോന്നണില്ല. രഘു, എന്നെ വിട്ടുകളയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും. എങ്ങോട്ടാണെന്നറിയാവാ? ഈ കടാലിന്റെ അകത്താട്ട്, ആരും കാണാത്ത കടാലിന്റെ നടുക്കാട്ട്. ഞാൻ വിടില്ല, ഒറ്റയ്ക്ക് ഞാൻ വിടില്ല. ഞാനും വരെ രഘുവിന്റെ കൂടെ. എന്തോ? നീ എവിടെ പഠിക്കുകയാണ്? അതാ പഠിക്കാണച്ചാ, ഞാൻ വായിക്കായിരുന്നു മനസ്സില്. നീ ഇന്ന് അവനെ കണ്ട? ഇല്ല. നുണ പറയരുത്. ദൂരെ അവിടെ നിക്കണ കണ്ടു. അച്ഛൻ പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ല? ഇല്ല. പഠിത്തം, അതാണ് മനസ്സിൽ വേണ്ടത്. പിന്നത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട കേട്ടാ. മനസ്സിലായ? ഉവ്വ. എന്നാ പഠിച്ചോ. അച്ഛാ, ഇച്ചേച്ചി. അച്ഛന് വലുത് നീയും നിന്റെ പഠിത്തവുമാണ് മകളെ. ബാക്കിയൊക്കെ മറക്കണം. ഇതോ അച്ഛൻ മറക്കുകയാണ്. എന്നോടൊന്നും മുണ്ടാണ്ടിരിക്കാൻ ഞാൻ എന്നാ തെറ്റാ ചെയ്തത്? എനിക്ക് മുണ്ടാനും പറയാനും ഒന്നുമില്ല ചന്ദ്രി. മറന്നേക്കുന്നെങ്കിലും പറയാൻ പാടില്ലേ? പറഞ്ഞാ മറക്കാൻ പറ്റുവാ? പിന്നെ എന്തിനാണ് വെറുതെ പാഴ്വാക്ക് പറയണത്? ചന്ദ്രി സുഖമായിട്ടിരിക്കണമെന്ന് മനസ്സിലുണ്ട്. സുഖമായിട്ടിരിക്കണം. ദിവാകരം മുടുക്കനാണ്, ചേരണ പ്രായമാണ്. കരയല്ലേ, തുറക്കാരെ കൊണ്ട് വെറുതെ പറയിപ്പിക്കല്ലേ. ഞാൻ പോയാണ്. ഞാൻ ഇറങ്ങി വരട്ടാ? ഞാൻ വരാം. എന്നെ കൂടെ പൊറപ്പിക്കുക. കൊച്ചുരാമനെ തോപ്പിച്ചിട്ട് വേണ്ട ചന്ദ്രി. അച്ചൂട്ടിക്ക് മുന്നും പിന്നും നോക്കണം. നെറിയാതെ കാണിക്കാൻ പറ്റുകയില്ല. വളർന്നു തന്നെ ഒരു പെണ്ണ് എന്റെ കുടുംബത്തുണ്ടേ. എന്ത് എളുപ്പത്തിൽ പറയണ വേണ്ടെന്ന്. മറക്കാനും പൊറുക്കാനും ഇത്ര എളുപ്പ? മുത്തിനെയും കടലിനെയും എന്നെ വെറുക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പറയണം. ഒരാളെ എനിക്ക് വിടാൻ മേൽ. ഇവിടെ ഉണ്ട് ചന്ദ്രി, നീ എന്നും ഇവിടെ ഉണ്ടാവും.
എല്ലാരും കൂടെ നിന്ന് അകറ്റും. മനസ്സിലിട്ട് ഓരോന്ന് ആലോചിച്ച് പെരുപ്പിക്കും. എന്റെ സ്ഥിതി രഘു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. രഘു ഒരു ആൺകുട്ടിയല്ലേ? എന്റെ കൂട്ടുകാരൊക്കെ പറയണത് രാധ എന്നെ പറഞ്ഞു പറ്റിക്കാണെന്നാ. രാധ അച്ഛൻ പറയണ പോലെ കേൾക്കൂ. അതെ, ഇപ്പൊ എനിക്ക് അച്ഛൻ പറയണ പോലെ കേൾക്കാനേ പറ്റൂ. സമയാകുമ്പോ രഘു പറയണതും കേൾക്കും. സമയം എന്താണ്? അതിപ്പൊ പറയാൻ പറ്റില്ല. ഇത് രാധയുടെ നാവിന്ന് കേൾക്കണം. അതിനാണ് ഞാനിപ്പോ വന്നത്. ഞാൻ പോട്ടെ. ശരി. ഇനി നമ്മ കാണൂല. ചിലപ്പോ കാണും. ഈ കടലുകൊണ്ട് തന്ന എന്റെ ശവം കാണാൻ രാധ വരണം. അച്ഛൻ വിലക്കാരും രാധ വരണം. ായിട്ടും വിളക്ക് കത്തിച്ചിട്ടില്ല. മുത്തേ, മകളെ, മുത്തേ, ഇവളിത് എവിടെ പോയി കിടക്കുകയാണ്? ഇവിടെ പോയി തിരക്കാനാണ് ഞാൻ ഉള്ളേച്ചാ. എന്റെ മുത്ത് അവളെ കാണണില്ല. കോളേജിൽ പോയിട്ട് വന്നില്ലേ? ആരിക്കറിയാനാണ്? ഞാൻ എവിടെ പോയി തിരക്കും? നീ വിഷമിക്കാണ്ടിരി. കൊച്ചുരാമന്റെ വീട്ടില് വിളിച്ചിട്ട് കാണണില്ലെന്ന്. രാഘവൻ അവൻ വീട്ടിലുണ്ടോന്ന് അന്വേഷിച്ചോ? നിന്റെ മകൻ? എന്റെ മകനാ? എന്റെ മകനെ നീ എന്തിനാണ് തിരക്കണത്? കൊല്ലിഞ്ഞാലവനാ. പറയണേ, എവിടെയാ പന്നിയുടെ മകൻ? ഇറങ്ങടാ എന്റെ മുറ്റത്തുനിന്ന്. എന്റെ കുടുംബത്ത് വന്നിട്ട് കൊല്ലുവന്ന എന്റെ മകൻ നിനക്കിട്ട് എന്താണ് ചെയ്തത്? എന്റെ കൊച്ചിനെ അവനെങ്ങാനാണ് കൊണ്ടുപോയിക്കണമെങ്കിലുണ്ടല്ല അവന്റെ. അപ്പൊ അതാണ് കാര്യം. ആരൊക്കെ കൂടെ പോയി? എന്റെ മകന് വേണ്ട, അവനിട്ട് കൊണ്ടുപോവുകയില്ല. കണ്ണിക്കണ്ട ആണുങ്ങളുടെ കഴുത്തെ തൂങ്ങി വയറ്റിലുണ്ടാക്കി പോയിട്ടുണ്ടെങ്കിൽ എന്റെ കുടുംബത്താട്ടാ യുദ്ധത്തിന് വരണത്. ചെറ്റത്തരം പറയാനാടാ പട്ടി. അയ്യോ ചാച്ചി, ചാച്ചി, വേണ്ട, വേണ്ട, ഇങ്ങോട്ട് പോയോ? അയ്യോ, 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 വേണ്ട, ഇങ്ങോട്ട് പോരെ. അയ്യോ, എന്റെ പൊന്നു തമ്പുരാനെ. അയ്യോ, വേണ്ട, വേണ്ട. ഓടി വരണേ. എന്നെ തല്ലി അച്ഛനെ മകനെ ഞാൻ വെച്ചാക്കിയാല. എല്ലാരും കൂടെ ഒത്തുകളിയാണല്ലടാ. നീ നോക്കിക്കോടാ. എന്റെ മകനവിടെ നിന്റെ മകനെ ഞാൻ പൊറപ്പിക്കല. അവന്റെ ശവം പോലല്ലേ ഞാൻ കാണിക്കല. കരക്കാരെ മുഴുവൻ അറിയിച്ചല്ലടാ നീ. ഞാൻ എന്നാ ചെയ്യും പുള്ളേച്ച?
ഞാൻ എവിടെ പോയി കിടക്കും? കൊച്ചുരാമനെ ആശുപത്രി കൊണ്ടുപോയി കാണിച്ചേച്ചും വരികയാണ് ഞാൻ. ഇച്ചിരി കട്ടിയായി പോയി കേട്ടാ. ഗോമൂത്രത്തിന് കടുപ്പത്തിന് ഉപ്പിട്ട് ഒരു മന്ത കുടിപ്പിച്ച് അതുകൊണ്ട് രക്ഷയായി. അല്ലെങ്കിൽ ഉള്ളത് നീർക്കെട്ട് വിടാന്. വല്ലതും കഴിച്ച ഇല്ല. മാത്തുക്കുട്ടിയുടെ കടയിൽ നിന്ന് 2 കഷ്ണം പൂട്ട് ഒരു ചായയും കൊണ്ടുവരട്ടാ. രാമൻകുട്ടി പോയിക്കോ. അല്ല, ഈ കിടപ്പിങ്ങനെ കിടന്നിട്ട് എന്തിനാണ്? പിള്ളേര് ഒരുമിച്ചാണ് പോയേക്കണെങ്കിൽ മേടിക്കാനൊന്നുമില്ല കേട്ടാ. കൂടെ ആണരുത്തുന്നുണ്ടല്ല. ഞാൻ പോയൊന്നും കറങ്ങിയേച്ചും വരാം. ഉച്ചക്ക് ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവരട്ടാ. വേണ്ടെന്ന് പറഞ്ഞല്ല. മകളെ പിടിച്ച് വലതുകാല് വെപ്പിച്ചങ്ങ് അകത്താട്ട് കേട്ടടി എന്ന് നിലവിളക്കെടുത്തോണ്ട് പാടി ചെല്ല അങ്ങാടി ചെല്ല.